ഏറ്റവും പുതിയ എപ്പിസോഡിനകത്ത് ഷിബിനയും രാകേഷും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, അതായത് ഷിബിന വില്ലനായിട്ട് വിളിക്കുന്ന രാകേഷിനെയാണ്, നായകനായിട്ട് വിളിക്കുന്നത് ഷിബുലാലിനെയുമാണ്. അപ്പോൾ എന്തുകൊണ്ട് വില്ലനായിട്ട് രാകേഷിനെ വിളിച്ചു എന്നതിന് പറയുന്ന കുറേ കാരണങ്ങൾ. ആദ്യമൊക്കെ ഇവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായിരുന്നു രാകേഷ്. എന്നാൽ 2-3 ദിവസമായിട്ട് പുള്ളിയുടെ ഒരു റിയൽ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പുള്ളി ഇവിടെ പെങ്ങൾ ഗെയിം കളിക്കുകയാണ്. എന്ന് വെച്ചാൽ ചിലരെ പുള്ളി പെങ്ങളാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെങ്ങൾമാർ മാത്രം, ആങ്ങളമാരും കാണുന്നില്ലല്ലോ എന്നാണ് ആദ്യം ഷിബിന ചോദിക്കുന്നത്. പിന്നെ ഷിബിന പുള്ളിയെ ലൂസിഫർ എന്നാണ് വിളിക്കുന്നത്. അത്രയും കൊടൂര വില്ലൻ എന്നാണ് പുള്ളിയെ കുറിച്ച് പറയുന്നത്. പിന്നീട് സെലക്റ്റീവ് ആയിട്ടുള്ള അനിയത്തിക്കുട്ടി ഗെയിമാണ് കളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സംഭവം ലൊലീറ്റയെ മൂപ്പര് അനിയത്തിയായിട്ടാണ് പല സമയങ്ങളിലും എൻ്റെ അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് സംബോധന ചെയ്തിട്ടുണ്ട്. സോ രാകേഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറെയും പലരെയും അനിയത്തി എന്ന് വിളിക്കാറുണ്ട്, അഫിയെയും ഞാൻ അനിയത്തി എന്ന് വിളിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഷിബിനെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം, ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം വന്നിരുന്നു രാകേഷും അഫിയയും തമ്മിൽ. സോ ആ സമയത്തൊക്കെ നാട്ടുകാരുടെ ഇടയിൽ ഈ അഫിയെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇട്ടുകൊടുക്കുകയാണ് രാകേഷ് ചെയ്തത്. അത് സെലക്റ്റീവ് അനിയത്തി കുട്ടിത്തരം അല്ലേ എന്നൊക്കെ ഇവിടെ ഷിബിനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാകേഷ് പറയുന്നത് ഞാൻ അഫിയെയും എൻ്റെ അനിയത്തി എന്ന് തന്നെയാണ് വിളിച്ചത്. പക്ഷെ ഷിബിന പറയുന്നത് ഭയങ്കര ബയസ്ഡ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് രാകേഷ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ രാകേഷ് നന്നായിട്ട് റൈസ് ആവുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പോയിന്റിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി, പുള്ളിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഷിബിന പറയുന്നുണ്ട്, ചേട്ടാ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഷിബിനയും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാകേഷിന് പുള്ളിയുടെ അവസരം വരുന്നല്ലോ. പുള്ളി അപ്പോൾ വില്ലനായിട്ട് വിളിക്കുന്നത് ഷിബിനയെ തന്നെയാണ്. എന്നിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വിളിച്ചു നിർത്തിയ ഉടനെ തന്നെ പൊട്ടും തൊട്ടിട്ട് രാകേഷ് പറഞ്ഞത് അസൂയ, കുശുമ്പ്, കുന്നായ്മ, പരദൂഷണം ഇതിന്റെ എല്ലാം നിറകുടമാണ് മോളെന്നാണ് ഷിബിനയെ കുറിച്ച് രാകേഷ് പറഞ്ഞത്. ഇടയ്ക്ക് ഈ കുടം നിറഞ്ഞ് കവിയുമ്പോഴാണ് ആ ഒച്ച പുറത്തേക്ക് വരുന്നത് എന്നും രാകേഷ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ രാകേഷിന്റെ ഒരു പാട്ടാണ്, പണ്ടത്തെ കാലം തൊട്ട് ബ്രേക്ക് അടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് തന്നെ പുള്ളി അങ്ങോട്ട് അവിടെ നിന്ന് ഷിബിനെ കുറിച്ച് പാടുന്നുണ്ട്. പിന്നെ രാകേഷിന്റെ കുറെ മിമിക്രി, കോഴിയല്ല ഞാൻ ഇവിടെ പെണ്ണിനെ വളയ്ക്കാനല്ല ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ കുറേ ഡയലോഗ്. മൊത്തത്തിൽ കളറായിരുന്നു. രാകേഷിന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു എന്റർടൈനർ ഒക്കെയാണ്. പക്ഷെ ഷിബിന ഒരു പോയിന്റിൽ രാകേഷിനെ പൊട്ടിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷെ ഷിബിനെയും പിന്നീട് ഇതിനകത്ത് പൊട്ടുന്നുണ്ട് കേട്ടോ, അത് വേറൊരു അവസരത്തിൽ ഞാൻ പറയാം. സോ എന്തായാലും ഷിബിന രാകേഷിനെ പ്രൊവോക്ക് ചെയ്തു. ആദ്യം ഒന്ന് രാകേഷ് പ്രൊവോക്കായി അതിലേക്ക് വീണു. പക്ഷെ പിന്നീട് തൻ്റെ എന്റർടൈൻമെന്റ് സ്കിൽസ് കൊണ്ട് രാകേഷ് അതിനെ കവറപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം ഷിബിനെ ഒന്നും അല്ലാതായി പോകുന്നുമുണ്ട്.